പ്രിയരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഹൃദയം ഒരു വീക്ഷണം എന്നുള്ള പഠന പരമ്പരയിൽ 36-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാത്രിയിൽ ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം എന്നുള്ള വിഷയമാണ് നാം ഒന്നിച്ച് ഇവിടെ പഠിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. അതോടുള്ള ബന്ധത്തിൽ സദൃശ്യ വാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. Proverbs chapter 6 verses reading from 16. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും, ഫോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്ക് ഉണ്ടാക്കുന്നവനും തന്നെ. ദൈവം വെറുക്കുന്ന 6 പ്രത്യേക പാപങ്ങളെ സംബന്ധിച്ച് ജ്ഞാനിയായ ശലോമോൻ ഇവിടെ പ്രസ്താവിക്കുന്നു. ആ 6 പാപങ്ങൾ ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും, ഫോഷ്ക്ക് പറയുന്ന നാവും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ 6 കാര്യങ്ങൾ ദൈവം വെറുക്കുന്നതായി പറയുന്നതിൽ 4-ാമത്തേതാണ് ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം എന്ന് ഇവിടെ ശലോമോൻ എടുത്ത് പ്രസ്താവിച്ചിട്ടുള്ളത്. ദുരുപായം എന്നതിന് ദുഷിച്ച ചതിവ് എന്നാണ് അർത്ഥം. ദോഷൈകമായ ചതിവ്. അപ്പം നല്ല ചതിവുണ്ടോ എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഇത് വളരെ ദോഷകരമായ ചതിവാണ്. 11-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുമ്പോൾ, ഇതാ ദുഷ്ടന്മാർ നീതിമാന്മാരെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ലിന്മേൽ ഞാണ് കുലച്ച് അമ്പ് തൊടുത്തുവിടുന്നു. അവൻ യഹോവയെങ്കിലും രക്ഷയില്ല എന്ന് അവർ അവനെക്കുറിച്ച് പറയുന്നു എന്നാണ് പറയുന്നത്. ദുഷ്ടന്മാർ, ചതിവ് ചെയ്യുന്നവർ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർ വളരെ ദുരുപായം ഹൃദയങ്ങളിൽ നിരൂപിക്കുന്ന ആളുകളാണ്. യഹോവയ്ക്ക് വെറുപ്പുള്ള ഭയാനകമായ 6 പാപങ്ങൾ 4-ാമത്തെ പാപമാണ് ഈ ദുരുപായം ഉള്ള ഹൃദയം എന്ന് പറയുന്നത്. ഈ ബന്ധത്തിൽ ഞാൻ വളരെ ചുരുക്കമായി ചില ദൈവിക ആലോചനകൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഹൃദയം, ആ ഹൃദയത്തിന് 5 ഏറ്റവും കുറഞ്ഞ 5 പ്രവർത്തന തത്വങ്ങളുണ്ട്. അതായത് ദൈവമക്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഹൃദയത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. പൊതുഹൃദയം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയം, ആ ഹൃദയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. 1, അത് ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കുന്ന നിവാസം ആയി മാറുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ഈ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു, നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ഓരോ വിശ്വാസിയും അവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാകിയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിവാസമാണ് അവൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. അപ്പം നമ്മെ സംബന്ധിച്ചു ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയം ദൈവനിവാസമായി ഇരിക്കണം എന്നുള്ളതാണ്. 2-ാമത്, ഹൃദയത്തെക്കൊണ്ടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവഹിതത്തിന് യോഗ്യമായ പ്രവൃത്തി നാം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്തും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് ഹിതമായത് എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്
വിശ്വാസികളായ നമുക്ക് നൽകപ്പെട്ട ഹൃദയം കൊണ്ടുള്ള രണ്ടാമത്തെ ഉപയോഗം. ഒന്നാമത്തെ ഉപയോഗം ദൈവത്തിന് നിവാസമായി അത് മാറ്റുക. രണ്ട്, ദൈവത്തിന് ഇഷ്ടമുള്ള, അതായത് ഹിതകരമായ പ്രവൃത്തി ചെയ്യുക. മൂന്നാമത്തേത് നാം മറ്റൊരു എപ്പിസോഡിൽ ചിന്തിച്ചാണ്, അതായത് ദൈവവചനം സംഗ്രഹിക്കുക. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കണതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ദാവീദ് പറയുന്നു. ദൈവത്തിൻ്റെ വചനം സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു നിലവറയാണ് ഹൃദയം. 4, സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നാം വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഹൃദയമായി തീരുക. 5, ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തിലെ രക്തം പമ്പ് ചെയ്ത് നമ്മുടെ ജീവനെ നിലനിർത്തുക. കുറഞ്ഞത് ഇങ്ങനെ 5 പ്രവർത്തന തത്വങ്ങളാണ് ദൈവം നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് അനേക ആളുകളുടെയും ഹൃദയം, അതായത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുടെ ഹൃദയങ്ങൾ പോലും പിശാചിൻ്റെ ആയുധപ്പുരയാണ്, പണിപ്പുരയാണ്. മറ്റുള്ളവർക്കെതിരെ ദുരാലോചനകൾ മെനഞ്ഞെടുക്കുന്ന ഹൃദയം, ദോഷം മെനഞ്ഞെടുക്കുന്ന ഹൃദയം, അതായത് മറ്റുള്ളവരെ എയ്യേണ്ടതിന് വില്ലും അമ്പും ഞാണും രൂപകൽപ്പന ചെയ്യുന്ന ഹൃദയം, അത് സാത്താൻ്റെ പ്രവർത്തന മേഖലയായി പല ഹൃദയങ്ങളും മാറ്റപ്പെടുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് പൂർണ്ണമായി നിയന്ത്രണം ഇല്ലാതെ വരുമ്പോഴാണ് പിശാചിൻ്റെ ആയുധപ്പരയായി ആ ഹൃദയം പരിവർത്തനപ്പെടുന്നത് എന്നാണ് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ വിശ്വാസികളെ പോലും കഴിയുമെങ്കിൽ തെറ്റിക്കുവാൻ, അവരുടെ ഹൃദയത്തെ പിശാച് പിടിച്ചെടുത്ത് തൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി പ്രവർത്തിക്കുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുകയും അതിനെ ഉപയുക്തമാക്കുകയും ചെയ്യുന്ന ഹൃദയമായി പല വിശ്വാസികളുടെയും ഹൃദയങ്ങൾ മാറാറുണ്ട്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന വിശ്വാസികളും ചില വേളകളിൽ അധർമ്മം പ്രവർത്തിക്കുകയും അയോഗ്യമായ പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഹൃദയത്തെ നമ്മൾ വളരെ സൂക്ഷിക്കണം. പിശാചിൻ്റെ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാതെ നാം ദൈവപ്രവൃത്തിക്കായി നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ ദുരുമായം ചിന്തിച്ച ഹൃദയങ്ങൾക്കുള്ള പല തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്. പല തെളിവുകളുണ്ട്. എന്നാൽ എൻ്റെ ഈ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് രണ്ട് വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് ഞാൻ ഈ രാത്രിയിലെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ആദ്യ മാതാപിതാക്കളുടെ ആദ്യ പുത്രനായിരുന്ന കായീൻ, ആ കായീനെ സംബന്ധിച്ച്, അതായത് പാപം ചെയ്തു പോയ ആദം ഹവ്വമാർക്ക് ആദ്യമായി ഭൂമിയിൽ ജനിച്ച സന്താനമാണ് കായീൻ. ഈ കായീനെ സംബന്ധിച്ച് അവൻ ദൈവത്തിന് വഴിപാടർപ്പിച്ചു. അവൻ്റെ സഹോദരനായ ഹാബീലും ദൈവത്തിന് വഴിപാടർപ്പിച്ചു. രണ്ടുപേരും തങ്ങൾക്കുള്ളവയിൽ നിന്നാണ് ദൈവത്തിന് വഴിപാടർപ്പിച്ചത്. കായീൻ കൃഷിക്കാരനായിരുന്നു. തൻ്റെ കൃഷി വിഭവങ്ങളിൽ നിന്ന് അവൻ ദൈവത്തിന് വഴിപാടർപ്പിച്ചു. ഹാബേൽ ആട്ടിടയനായിരുന്നു, ആട് വളർത്തുന്നവനായിരുന്നു. അവൻ ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ കൊണ്ടുവന്ന് ദൈവത്തിന് യാഗം അർപ്പിച്ചു. എന്നാൽ നമ്മൾ വായിക്കുന്നത് കായീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്നാണ്. പല ആളുകളും എന്നോട് ചോദിച്ചുള്ള ചോദ്യമുണ്ട്, പാസ്റ്ററെ അല്ലെങ്കിൽ ദൈവദാസനെ, രണ്ടുപേരും തങ്ങൾക്കുള്ളതിൽ നിന്നല്ലേ യാഗം കഴിച്ചത്? ഒരുവൻ കൃഷിക്കാരനും ഒരുവന് ആടിനെ വളർത്തുന്നവനുമായിരുന്നു. രണ്ടുപേരും തങ്ങൾക്കുള്ളതിൽ നിന്നല്ലേ ദൈവത്തിന് യാഗം കഴിച്ചത്? എന്നിട്ട് വൈ ഗോഡ് ഹാഡ് നോട്ട് അക്സെപ്റ്റഡ് ദി ഓഫറിംഗ് ഓഫേർഡ് അപ്പ് ബൈ കായിൻ, റാദർ ഹി അക്സെപ്റ്റഡ് ദാറ്റ് ഓഫ് ആബേൽ. ആബേലിന്റെ യാഗത്തെ ദൈവം സ്വീകരിക്കുകയും കായിൻ്റെ യാഗത്തെ ദൈവം പ്രസാദിക്കാതിരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ കായിൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നത്? അതിൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഗോഡ് വാസ് നോട്ട് പ്ലീസ്ഡ് ഇൻ കായീൻ എന്നുള്ളതാണ്. അതായത് കായീനിൽ ദൈവം പ്രസാദിച്ചിരുന്നില്ല. അതുകൊണ്ട് കായീൻ്റെ സമർപ്പണവും അർപ്പണവും ദൈവം പ്രസാദിച്ചില്ല. നമ്മിൽ ദൈവം പ്രസാദിച്ചാൽ മാത്രമേ നാം അർപ്പിക്കുന്ന അർപ്പണങ്ങളിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. അപ്പോൾ അർപ്പണത്തിലാണോ അർപ്പണത്തിലാണോ ദൈവം പ്രസാദിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായ ഉത്തരം
അർപ്പകനിൽ ദൈവം പ്രസാദിക്കാതെ അർപ്പണത്തിൽ ദൈവം ഒരിക്കലും പ്രസാദിക്കുകയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങളൊരു പക്ഷേ ദൈവത്തിന് വാരിക്കോരി കൊടുക്കുന്ന ആളായിരിക്കാം. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന നയാ പൈസ ദൈവത്തിൻ്റെ അക്കൗണ്ടിൽ വരുന്നില്ല. എന്താ കാര്യം? ഇഫ് ഗോഡ് ഈസ് നോട്ട് പ്ലീസ്ഡ് ഇൻ യു, ദൈവം നിങ്ങൾ പ്രസാദിച്ചില്ല എങ്കിൽ. ദൈവം നിങ്ങൾ പ്രസാദിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഹൃദയം ദൈവം ഭാഗം നേരുള്ളതായിരിക്കുമ്പോഴാണ്. നിങ്ങളുടെ ഹൃദയം ദൈവം ഭാഗം നേരുള്ളതും ദൈവം ഭാഗം വിശുദ്ധിയുള്ളതും ദൈവം ഭാഗം പരമാർത്ഥവും ദൈവത്തിന് സ്വീകാര്യമായ നിലയിലുള്ള മാതൃകയുള്ളതുമായ ഒരു ഹൃദയമായി നിങ്ങളുടെ ഹൃദയം വർത്തിക്കുമ്പോഴാണ് ദൈവം നിങ്ങളിൽ പ്രസാദിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിവാസ സ്ഥലവും ദൈവത്തിന് ഹിതകരമായ പ്രവൃത്തി ചെയ്യുന്നതും ദൈവവചനം സംഗ്രഹിക്കുന്നതും പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കുന്നതുമായ ഒരു ഹൃദയവുമായിട്ടാണ് നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നെങ്കിൽ ദൈവം നിശ്ചയമായും നിങ്ങളിൽ പ്രസാദിക്കും. അങ്ങനെ ദൈവം നിങ്ങൾ പ്രസാദിക്കുമ്പോഴാണ് നിങ്ങളുടെ അർപ്പണത്തെ ദൈവം ആദരിക്കുന്നത്. കായീൻ്റെ അർപ്പണത്തെ ദൈവം ആദരിച്ചില്ല. റീസൺ, ദൈവം അവനിൽ പ്രസാദിച്ചില്ല എന്നുള്ളതാണ്. ദൈവം അവനിൽ പ്രസാദിച്ചില്ല. അവൻ്റെ സഹോദരൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അവൻ്റെ മുഖം തൻ്റെ മുഖത്തേക്കാൾ ശോഭിതമായി എന്ന് അവൻ കണ്ടിട്ട് അവൻ്റെ ഹൃദയത്തിൽ ദുരുപായം അവൻ ആലോചിച്ചു. എന്താണ് ദുരുപായം എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ചിന്തിച്ച ദുരുപായം, എന്തുകൊണ്ട് ദൈവം എൻ്റെ യാഗത്തെ അംഗീകരിച്ചില്ല എന്ന് ചിന്തിക്കേണ്ടതിന് പകരം എന്തുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ യാഗത്തെ ദൈവം അംഗീകരിച്ച് എൻ്റേതിനേക്കാൾ മെച്ചമായി അതിനെ സ്വീകരിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതൊന്നറിയണം. ഇവൻ്റെ യാഗം ഇനി ഇവൻ ദൈവത്തിന് അർപ്പിക്കുന്നത് കാണണം. ഇവനിങ്ങനെ ദൈവത്തിൽ യാഗം അർപ്പിച്ച് ദൈവത്തിൻ്റെ പ്രസാദം വാങ്ങിക്കുകയും എന്നെ ദൈവം തഴയുകയും ചെയ്യുകയാണ്. എന്നാൽ ഇനി ഇവൻ്റെ യാഗം ഒന്ന് കാണണം. അവൻ്റെ ഹൃദയത്തിൽ ദുരുപായം അവൻ ആലോചിച്ചു. അവൻ എന്തിനറിയാവോ അവൻ ചെയ്തത്? അവനെ കൂട്ടിക്കൊണ്ട് ഒരു വയലിലേക്ക് പോയി. അവിടെ തന്നെ അവൻ ചെയ്യാൻ പോകുന്ന ഹൃദയത്തിൻ്റെ ദുരാലോചനയുടെ സ്കീമിങ് നമുക്ക് കാണാൻ കഴിയും. അവൻ വയലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അവനോട് കയർത്ത് അവനെ കൊല ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ സ്വന്തം സഹോദരനായ ഹാബേലിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊല ചെയ്ത് അവൻ അന്തം വരുത്തുവാൻ അവൻ്റെ ഹൃദയത്തിന് പ്രേരണയായി തീർന്നത് ഹൃദയത്തിലെ ദുരാലോചനയായിരുന്നു. ദോഷീകമായ ചതിവ് അഥവാ ദുഷിച്ച ചതിവുള്ള അവൻ്റെ ഹൃദയത്തിൻ്റെ ആലോചനയായിരുന്നു തൻ്റെ സഹോദരനോട് ഇങ്ങനെ ഭയങ്കരവുമായ നിലയിൽ ചെയ്യുവാൻ കാരണം. ആ ആലോചന അവൻ്റെ ഹൃദയത്തിലുണ്ടായത് ദുരാലോചനയാണ്. ഈ ദുരാലോചന അവൻ നൽകിയത് പിശാചാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുമ്പോൾ, നിങ്ങളെല്ലാവരും കായീൻ ദുഷ്ടനുള്ളവനായി തൻ്റെ സഹോദരനെ പകച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സഹോദരന്മാരെ പകയ്ക്കരുത്. ഈ ബന്ധത്തിലാണ് യോഹന്നാൻ പറയുമ്പോൾ, സഹോദരനെ പകയ്ക്കുന്ന ഏവനും കുലപാതകനാകുന്നു, ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിച്ചിരിപ്പില്ല എന്ന് പ്രസ്താവിച്ചിട്ടുള്ളത്. ഹൃദയത്തിലുണ്ടായ ദുരാലോചന, പിശാച് നൽകിയ ദുരാലോചന കൊണ്ട് സ്വന്തം സഹോദരനെ വയലിലേക്ക് സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് പോയി അവിടെ വെച്ച് കാരണം കൂടാതെ അവനോട് കയർത്ത് അവനെ ഒടുക്കിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. പല ഹൃദയങ്ങളും ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്ന പല ആളുകളുടെയും ഹൃദയങ്ങൾ തങ്ങൾ മാത്രം ദേശത്ത് പാർക്കത്തക്കവണ്ണം മറ്റുള്ളവരുടെ ഫീൽഡ് ഇല്ലാതാക്കുവാൻ, മറ്റുള്ളവരെ നശിപ്പിച്ചു കളയുവാൻ, അവരുടെ ശുശ്രൂഷയെ കളങ്കം ചാർത്തുവാൻ, അവർക്കുള്ള അംഗീകാരങ്ങൾ ഇല്ലാതെയാക്കുവാൻ കായീനിൽ വ്യാപരിച്ച ദുഷ്ടാത്മാവാനാൽ വ്യാപരിതമായി തൻ്റെ സഹോദരന്മാർക്കെതിരെ ഹൃദയത്തിൽ ദുരാലോചന ചെയ്യുന്ന പല ജഡികന്മാരായ ആളുകളും ഇന്ന് ക്രൈസ്തവ ലോകത്തുണ്ട്, ശുശ്രൂഷകന്മാരുടെ ഇടയിലുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. എന്നാൽ യോഹന്നാൻ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും തൻ്റെ സഹോദരനെ പകയ്ക്കുന്നില്ല. സഹോദരനെ സ്നേഹിക്കാത്തവൻ, സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാകുന്നു. യാതൊരു കുലപാതകനിലും ദൈവത്തിൻ്റെ ജീവൻ വസിച്ചിരിപ്പില്ല എന്നാണ്
യോഹന്നാൻ പറയുന്നു. അപ്പോൾ ഹൃദയത്തിലെ ദുരാലോചന കൊണ്ട് സഹോദരനെ പകയ്ക്കുകയും സഹോദരനെ കൊല ചെയ്യുകയും ചെയ്ത കിരാതനായ മനുഷ്യനാണ് കായീൻ. മാതാവിൻ്റെ ആദ്യ സന്തതി കായീൻ എന്ന് പറയുന്നത്. വലിയൊരു ശക്തിയേറിയ പ്രബോധനം ഇവിടെ ദൈവവചനം നൽകുന്നു. നിങ്ങൾ ആരും കായീനെ പോലെ എന്ത് ചെയ്യരുത്, ദുഷ്ടൻ എന്നുള്ളവനായ. ഇപ്പോൾ കായീൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഹി വാസ് ഓഫ് ദാറ്റ് വീക്കെഡ് എന്നാ പറയുന്നത്. അവനെ ദുഷ്ടനിൽ നിന്നുള്ളവനായി, അതായത് പിശാചിൽ നിന്നുള്ളവനായി തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. അതിനെ അവൻ്റെ ഹൃദയം ദുരാലോചന ചെയ്തു എന്ന് വായിക്കുന്നു. അവൻ്റെ ഒറിജിൻ പിശാചായിരുന്നു. അത് അവൻ ചെയ്തത് പൈശാചികമായിരുന്നു. ഇന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഹിതത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി നമ്മുടെ ഹൃദയം കൊണ്ട് ആലോചിച്ച് നാം മറ്റുള്ളവർക്ക് വിരോധമായി ചെയ്യുന്നു എങ്കിൽ ദൈവവചനം പറയുന്നത് യു ആർ ഓഫ് ദാറ്റ് വിക്കഡ് എന്നാണ്. അതായത് നിങ്ങൾ ആ ദുഷ്ടനിൽ നിന്ന് ജനിച്ചവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് പരീശന്മാരും ശാസ്ത്രിമാരുമായ ആളുകൾ യേശുവിടെ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട്. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്. അബ്രഹാം പിതാവായിട്ടുണ്ട്. കർത്താവ് പറഞ്ഞറിയാവോ, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളായിരുന്നുവെങ്കിൽ എന്നിൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു, എന്നെ നിങ്ങൾ അനുഗമിക്കുമായിരുന്നു. നിങ്ങൾ പിശാച് എന്ന് പറയുന്ന പിതാവിൻ്റെ മക്കളാകുന്നു. പിശാച് ഫോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്ന് പറഞ്ഞു. ഇവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരായി പ്രൗഢമായ നിലയിൽ പരീശന്മാരും ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാനം എഴുതുന്ന ശാസ്ത്രിമാരുടെ കോലുകൊണ്ടിരിക്കുന്ന ശാസ്ത്രിമാരും അവരോട്, നിങ്ങൾ പിശാച് എന്ന് പറയുന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമായിരുന്നു, എന്നെ അനുഗമിക്കുമായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവൽ വ്യാപരിച്ചിരുന്ന ആത്മാവ് ആരുടെ ആത്മാവായിരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം അറിയാമോ? അവർ അവനെ കൊല്ലുവാൻ തരം അന്വേഷിച്ചു പോന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ദേ സോട്ട് ദി ഓപ്പർച്യൂണിറ്റി ടു കിൽ ഹിം. കർത്താവായ യേശുവിനെ കൊല്ലുവാൻ അവർ തരം അന്വേഷിച്ചു പോകുന്നു. അപ്പോൾ തന്നെ അവർ പറയുന്നത് വി ആർ ദ ചിൽഡ്രൻ ഓഫ് എബ്രഹാം ആൻഡ് എബ്രഹാം ഈസ് അവർ ഫാദർ എന്നാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പിശാച് എന്ന് പറയുന്ന പിതാവിൻ്റെ മക്കൾ, പിശാച് ഭോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. കാരണം സഹോദരനെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കൊന്നുകളയാൻ ദുരാലോചന ചെയ്ത യഹൂദന്മാരോടാണ് കർത്താവ് ഭയമില്ലാതെ അത് പറഞ്ഞത്. ഇവിടെ കായീൻ തൻ്റെ സഹോദരനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അവരുടെ കയർത്ത് അവനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ ആരും ഇത് ചെയ്യരുത്. കായീൻ പിശാചിൽ നിന്നുള്ളവനായി തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞ പോലെ നിങ്ങൾ ആരും കുലപാതകർ ആകരുത്. യാതൊരു കുലപാതകരിലും നിത്യജീവൻ വസിച്ചിരിപ്പില്ല. മാത്രമല്ല, കുലപാതകന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയുമില്ല. ഇവിടെ ഈ അടുത്ത സമയത്തൊക്കെ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു സൈക്കോളജി പ്രൊഫസറുണ്ട് സ്റ്റേറ്റ്സിൽ. അദ്ദേഹം ഒരു സ്നേഹിതനാണ്. അത് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന 4 രക്ഷാഭദ്രത നഷ്ടപ്പെടുന്നു പറയാൻ വേണ്ടി അദ്ദേഹം റീക്യാപിറ്റുലേറ്റ് ചെയ്യുന്ന 3-4 പദങ്ങളുണ്ട്. എന്നറിയാവോ? മർഡർ, ഫോർണിക്കേഷൻ, അഡൾട്ടറി. മർഡറേഴ്സും ഫോർണിക്കേറ്റേഴ്സും അഡൾട്ടറേഴ്സും എല്ലാം സ്വർഗത്തിൽ പോകും എന്ന് യേശു പറയുന്നു. ഞാനാണോ പറഞ്ഞ, കർത്താവിൻ്റെയോ പറഞ്ഞ, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളും ദൈവരാജ്യത്തിൻ്റെ പന്തിയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു അല്ലേ? അല്ല ഈയസാന്നോ പറഞ്ഞു? എനിക്ക് ഞാനല്ലോ വേദോസം എഴുതിയത്. അപ്പോൾ അവിടെ ഇതേതൊരു 4 ഫ്രേസേ ഉള്ളൂ. എന്നാൽ വൈ യു സേ വൺ ക്യാൻ ലൂസ് ഹിസ് സാൽവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വിശദീകരണമൊന്നുമില്ല. ഉടനെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നറിയാവോ? ഞാൻ ലൂസിഫറിൻ്റെ അനുയായിയല്ല, നിങ്ങൾ ലൂസിഫറിൻ്റെ അനുയായിയാണ്. ഒരു സൈക്കോളജി പ്രൊഫസറാ എന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് അതിൽ കൂടുതൽ അറിയാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കാന്നുള്ളേ ഉള്ളൂ. ഒരു സഹോദരനെ ദൈവവചനത്തിലെ അഴിവില്ലാത്ത ദൈവവചനം മാറ്റമില്ലാതെ പറയുമ്പോൾ അദ്ദേഹം ലൂസിഫറിൻ്റെ ആളാ എന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3-4 ഫ്രേസസും പറയും. ഫോർണിക്കേഷൻ, മർഡർ, അഡൾട്ടറി. ഏതൊക്കെയോ സഹോദരന്മാരുടെ കയ്യിൽ നിന്ന്
ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ഇൻഫോർമേഷൻ അദ്ദേഹത്തിനുണ്ട്. അത് വെച്ചാണ് വേദപുസ്തകത്തിലെ രക്ഷാശാസ്ത്രത്തെ അദ്ദേഹം വിശകലനം ചെയ്യുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞെന്താ? നോ വൺ വിച്ച് ഈസ് ബോൺ ഓഫ് ദി ഫാദർ ക്യാൻ ബിക്കം എ മർഡർ. ഒരിക്കലും പിതാവിൽ നിന്ന് ജനിച്ചവന് ഒരു കൊലപാതകനായിരിക്കാൻ കഴിയുകയില്ല. കൊലപാതകൻ പിതാവിൽ നിന്ന് ജനിച്ചവനല്ല. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ഹൗ മെനി ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ഓഫ് മർഡറേഴ്സ് ആർ ദെയർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ സോ കോൾഡ് ബിലീവേഴ്സ്. വിശ്വാസികളിൽ എന്തുമാത്രം കൊലപാതകികളാവുള്ളേ. കാര്യം എന്ത് കൊലപാതകം ചെയ്യുന്നുണ്ട്? സഹോദരന്മാരെ പകയ്ക്കുന്നവൻ, സഹോദരനെ പകയ്ക്കുന്ന ഏവനും കൊലപാതകൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ദുരുപായം നിരൂപിക്കുന്ന ഹൃദയത്തിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് നമ്മൾ വായിച്ച ഈ കായീൻ തൻ്റെ സഹോദരനെ വിളിച്ചുകൊണ്ട് വയലിൽ ചെന്ന് അവരോട് കയർത്ത് അവരെ കൊന്നുകളഞ്ഞു എന്ന് വായിക്കുന്നു. രണ്ടാമത്തെ ദൃഷ്ടാന്തമാണ് ദുരാലോചനയുടെയും ചതിവിൻ്റെയും പാഠശാലയിൽ PhD എടുത്ത വേറൊരു ഡോക്ടറാണ്. ഈ പഴയ കാലത്തെ ഡോക്ടറാണ്. ഇത് എടുത്ത PhD എവിടെയാണെന്നറിയാമോ? ചതിവിൻ്റെ പാഠശാലയിലാണ് ഇദ്ദേഹം PhD എടുത്തത്. അപ്പോൾ ചതിവിൻ്റെ പാഠശാലയിൽ PhD എടുത്ത നമ്മുടെ പഴയ നിയമകാലത്തെ പ്രശസ്തനായിരുന്ന യാക്കോബ്, പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നൊക്കെ ദൈവം മാറ്റിയിട്ടു. യാക്കോബിൻ്റെ പേരിൻ്റെ അർത്ഥം ഉപായി, സപ്ലാന്റർ എന്നാണ്. ഉപായമായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അതിപ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അത് ഉപായത്തിലൂടെ കാര്യങ്ങൾ നേടുക. അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. ചക്കര വർത്താനം പറഞ്ഞ് നമ്മളെ ചതിക്കുന്ന ഈ യാക്കോബിനെ പോലുള്ള ഉപായികൾ ആത്മീയ ലോകത്തുണ്ട്. 40 വർഷമായില്ലേ ഞാൻ ഈ ഫീൽഡിലായിട്ട്. എനിക്ക് കുറേ ഉപായികളെയൊക്കെ അറിയാം. ഇപ്പം ഞാൻ ഫ്രണ്ട്ഷിപ്പ് പോലും സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവും. ഏകദേശം 300 പരം ഫ്രണ്ട് റിക്വസ്റ്റ് എൻ്റെ ടൈം ലൈനിൽ വന്ന് കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 300 ലഭവുമുണ്ട്. കുറേ ഞാൻ ഫിൽറ്റർ ചെയ്തു കഴിഞ്ഞ നാളുകളിൽ, കുറേ ഫ്രണ്ട്സിനെ. ഇപ്പോൾ 100-300 പേര് വന്ന് കിടപ്പുണ്ട്. ഞാൻ വളരെ സ്ലോലി അവരെ അപ്രൂവ് ചെയ്യുള്ളൂ. എങ്ങനെയാണെന്ന് ചോദിച്ചറിയാവോ? അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാട്ടിൽ ആനയെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഈ ആളുകൾ കിടങ്ങുകൾ കുഴിച്ചിടും. കിടങ്ങുകൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കാട്ടിലെ ഈ കാടിൻ്റെ മേടുകളിൽ കുഴികൾ ഉണ്ടാക്കിയിട്ട്, വാരിക്കുഴി ഉണ്ടാക്കിയിട്ട് ഈ വാരിക്കുഴികളിൽ ചപ്പുചവറുകളൊക്കെ നിറച്ചിടും. പാവം ആന കാട്ടിലിങ്ങനെ അത് യാത്ര ചെയ്ത് വരുമ്പോൾ മുമ്പിലുള്ള ഈ വാരിക്കുഴി എന്താണെന്ന് അതിനെ മനസ്സിലാക്കാതെ അത് പെട്ടെന്ന് ചെന്ന് ഇതിനകത്ത് ചടഞ്ഞ് വീഴും. അങ്ങനെ വീഴുമ്പോൾ അതിനെ പിടിച്ച് എടുക്കുന്ന ചതിയന്മാരായ ആനച്ചതിയന്മാർ എന്ന് വേണമെങ്കിൽ അവരെ പറയാം. അത് ആനയെ ചതിലൂടെ പിടിക്കുന്നവർ. ഈ ആനച്ചതിയന്മാർ അതൊക്കെ ഇപ്പോൾ വാസ്തവത്തിൽ ഗവൺമെൻറ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ സീരിയസ് ക്രൈമായി വെച്ചിരിക്കുക. ആനയൊക്കെ വേട്ടയാടുന്നവരെ പിന്നെ ജീവിതത്തിൽ വെളിച്ചം കാണുകയല്ല, ജയിലിലങ്ങ് പോവുകയുള്ളൂ. അവിടെ ചെന്ന് കാന്താരി പടപ്പം കപ്പയെ തിന്ന് ജയിലിനകത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുകയുള്ളൂ. വനം കൊള്ളയൊക്കെ വലിയ ഗുരുതരമായ ക്രൈമാണ് ഇവിടെ കേരളത്തിൽ, ഇന്ത്യയിലും. അപ്പോൾ അങ്ങനെ ഈ വാരിക്കുഴി ഉണ്ടാക്കി ഈ ആനയെ ഇതിനകത്ത് ചാടിക്കുന്ന വിദ്വാൻമാരുണ്ട്. അപ്പോൾ ആന വലിയ ബുദ്ധിയുള്ള ജീവിയും വലിയ ഈ കരയിലെ ഏറ്റവും വലിയ മൃഗമാണെങ്കിലും ഈ 1300 ഗ്രാം തൂക്കമുള്ള തലച്ചോറുള്ള മനുഷ്യനെ ഈ ആനയെ പിടിക്കാൻ ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആന ഒരു പരിപാടി ചെയ്തു. എന്താ അറിയാമോ? ആന ചതുപ്പ് പ്രദേശങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു നല്ല തടിമുട്ടി എടുത്ത് അതിന് തുമ്പിക്കൈ ചുരുട്ടി പിടിച്ചിട്ട് മുമ്പോട്ട് തുമ്പിക്കൈ നീട്ടി ഇങ്ങനെ ഇടിച്ചിടിച്ച് ചതുപ്പിൽ കൂടി പോവുള്ളൂ. എന്തിനാ ഇടിച്ചിടിച്ച് ചതുപ്പിൽ കൂടി പോകുന്നറിയാമോ? വാരിക്കുഴി ഫ്രണ്ടിലുണ്ടോ എന്ന് നിശ്ചയിച്ച ശേഷമേ കാല് മുമ്പോട്ട് വയ്ക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഞാനും ഇപ്പോൾ ഫ്രണ്ട്സിനെ സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് തുമ്പിക്കൈ ഇല്ലാത്തതുകൊണ്ട് അല്പമായി ദൈവം തന്നിരിക്കുന്ന വിവേകം ഞാൻ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു നല്ല മരക്കുറ്റി എടുത്ത് തുമ്പിക്കൈ ചുറ്റിപ്പിടിച്ചിട്ട് മുമ്പോട്ട് തുമ്പിക്കൈ നീട്ടി ആഞ്ഞ് വലിച്ച് നിലത്ത് കുത്തി ഇടിച്ചു നോക്കി ഇത് ഉറപ്പുള്ളതാണോ അതോ വാരിക്കുഴി മണ്ടയ്ക്ക് ചപ്പും കാടും വാരി ഇട്ടേക്കുന്നതാണെന്ന് നോക്കും ആന. അതുപോലെ ഞാനും എനിക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ ചില അന്ധമായി ചില ഫ്രണ്ട്സുകളെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ചില വാരിക്കുഴികളിലൊക്കെ എന്നെ അവർ തള്ളിയിട്ടു.
അതുകൊണ്ട് ഞാനും ഇപ്പോൾ ഇങ്ങനെയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ട് റിക്വസ്റ്റ് ഒരുപാട് വന്നാലും നിങ്ങൾക്ക് ഞാൻ അപ്രൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം അത് എൻ്റെ ഫോളോവിങ്ങിൽ എൻ്റെ ടൈം ലൈനിൽ കിടക്കും. ഞാനിവിടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും നിങ്ങൾക്ക് കാണാനും കേൾക്കാനും സാധിക്കുകയും ചെയ്യും. സൂക്ഷ്മമായി ഞാൻ നിരീക്ഷണം ചെയ്ത ശേഷം 1 by 1 ഞാൻ അപ്രൂവ് ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ എന്നാണ്. പാമ്പിൻ്റെ ബുദ്ധിയും വേണം, പ്രാവിൻ്റെ നിഷ്കളങ്കതയും വേണം. പ്രാവിനെ പോലെ നിഷ്കളങ്കർ മാത്രമായ വാരിക്കുഴി വീഴും. പാമ്പിനെ പോലെ ബുദ്ധി മാത്രം ഉണ്ടായിരുന്നാലും പ്രശ്നമാണ്. അതുകൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കത്വവും നമുക്ക് ആവശ്യമാണെന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെ ചതിവൻ്റെ പാഠശാലയിൽ PhD എടുത്ത ഈ യാക്കോബ് തൻ്റെ ഹൃദയത്തിൽ ചെയ്ത ഒരു ദുരാലോചന, ഒന്നല്ല രണ്ടെണ്ണം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. ഒന്നാമത്തെ ഉപായം, തൻ്റെ ജ്യേഷ്ഠ സഹോദരന് ഏശാവ് കാട്ടിൽ വേട്ട തേടി വളരെ ക്ഷീണിതനായി വരികയാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ യാക്കോബ് നല്ല ചുവന്ന പായസം ഉണ്ടാക്കി. കാണുവാൻ നല്ല ഭംഗിയുള്ളതും നാവിന് അത്യന്തം രുചിപ്രദവുമായ ഈ പായസത്തിൻ്റെ മണം ഏശാവിൻ്റെ മൂക്കിലടിച്ച് അവനടിച്ചു. അവൻ നന്ന വിശന്നിരുന്നു. അപ്പം അവൻ പറഞ്ഞു, എൻ്റെ അനിയൻ സഹോദരന് എനിക്ക് ഒരു പാത്രം പായസം തരണം. അവൻ പറഞ്ഞു, പായസം തരാം, പക്ഷേ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരണം. യഹൂദന്മാരുടെ കുടുംബങ്ങളിലൊക്കെ ജ്യേഷ്ഠന്മാർക്കാണ് ഇരട്ടി പങ്കിൻ്റെ അവകാശമുള്ളത്. അതവർക്ക് പ്രകൃതിയ ജന്മനാ തന്നെ ഉള്ള ഓഹരിയാണ്. നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് എഴുതി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി വാങ്ങിച്ചു. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ശുശ്രൂഷ ചെയ്തു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്ത് ചില മക്കൾ അവരുടെ വസ്തുവകളൊക്കെ എഴുതി വാങ്ങിക്കും. ഒടുവിൽ അവരെ വല്ലാത്ത കഷ്ടപ്പെടുകയും ആഹാരം കൊടുക്കാതെ, വസ്ത്രം കൊടുക്കാതെ, ചികിത്സ ചെയ്യാതെ, സ്നേഹിക്കാൻ കഴിയാതെ അവരെ അന്യരെ പോലെ അവരെ കണ്ണുനീൽ കൊടി കടത്തിവിട്ട് ഈ ഭൂമിയിൽ നിന്ന് യാത്രയാക്കിയിട്ടുള്ള മക്കൾ അപൂർവമായിട്ടെങ്കിലും പല സ്ഥലത്തുമുണ്ട്. നേരത്തെ എഴുതി വാങ്ങിക്കും. നല്ല കാളിപ്പഴവും പുട്ടും ഒക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേച്ച് തന്ത്രപരമായി വസ്തുവകളും ബാങ്കിലെ പൈസയൊക്കെ എഴുതി വാങ്ങിച്ചുള്ള മക്കളെയൊക്കെ ചിലരെയൊക്കെ എനിക്കറിയാം. ഞാനിത് വെറും നിർമ്മിത കഥകളായി പറയൽ, എനിക്കറിയാവുന്ന ചില കഥകളാണ്. പിന്നീട് ഈ പേരൻസ് നിലവിളിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ചതിവാണ്. യാക്കോബിൻ്റെ അനുയായികളായി വരില്ല. ഇവൻ പറഞ്ഞത് നിൻ്റെ ഗീവ് മീ യുവർ ബർത്ത് റൈറ്റ് ഇൻ റൈറ്റിംഗ്, നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് എഴുതി തരിക, ഞാൻ പായസം തരാൻ പറഞ്ഞു. വിശന്ന് വശായ ഏശാവ് ജ്യേഷ്ഠാവകാശത്തിൻ്റെ മൂല്യം അല്പസമയത്തേക്ക് മറന്നുപോയിട്ട് അവൻ്റെ ജ്യേഷ്ഠാവകാശം എഴുതി കൊടുത്തു. ഇവൻ ഉപായത്താൽ ദുരാലോചന ചെയ്ത ഹൃദയം കൊണ്ട്, ദോഷം ചതിവ് ചെയ്ത ഹൃദയം കൊണ്ട് ഈ ജ്യേഷ്ഠാവകാശം തൻ്റെ സ്വന്തം സഹോദരന് വാങ്ങി ഒരു പാത്രം പായസം അവന് സമ്മാനിച്ചു. ഇത് അവൻ്റെ ഒന്നാമത്തെ ചതിവ്. രണ്ടാമത്തെ ഉപായം, അതായത് ദുരാലോചന, ഹൃദയത്തിലെ രണ്ടാമത്തെ ദുരാലോചന നാം വായിക്കുന്നത്, വയസ്സ് നിവൃത്തനായ ഇസ്ഹാക്കിന് അല്പം വേട്ടിറച്ചി തിന്നാൻ മോഹമുണ്ടായി. അവൻ തൻ്റെ മൂത്ത മകനായ ഏശാവിനെ വിളിച്ചു പറഞ്ഞു, മോനെ, ഞാൻ വയസ്സ് കണ്ണ് കാണാതെയായിരിക്കുന്നു. നീ കാട്ടിൽ ചെന്ന് വേട്ട തേടി ആദ്യം കിട്ടുന്ന ഒരു മൃഗത്തെ എനിക്ക് പാചകം ചെയ്ത് കൊണ്ടുതരണം. വൃദ്ധനായ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നിവർത്തിക്കാതെ വെച്ച് ഏശാവ് ഉടൻ തന്നെ അമ്പും വില്ലും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോയി. അവൻ കാട്ടിലേക്ക് പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ റിബേക്ക നല്ല തന്ത്രശാലിയായ അമ്മയായിരുന്നു. ഈ റിബേക്ക യാക്കോബിനെ വിളിച്ച് പറഞ്ഞു, മോനെ, നിൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ കാട്ടിലോട്ട് പോയിരിക്കുകയാണ്. അവൻ വേട്ടയിറച്ചി കൊണ്ടുവന്ന് അതിനെ പാകപ്പെടുത്തി അപ്പന് കൊടുക്കും, അപ്പൻ അവനെ അനുഗ്രഹിക്കും. നീ വേഗത്തിൽ ആട്ടിൻതുരത്തിൽ ചെന്ന് നല്ല കൊള്ളാവുന്ന ചൊറിയുറുക്കുള്ള ഒരു ആട്ടിൻകുട്ടിയെ കശാപ്പ് ചെയ്ത് ഇങ്ങ് കൊണ്ടുപോവാ, അതിനെ ഞാൻ പാചകം ചെയ്തു തരാം. നീ അപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി ജ്യേഷ്ഠൻ വരുന്നപ്പോൾ കൊടുത്ത് അപ്പനെ തൃപ്തിപ്പെടുത്തി അപ്പൻ്റെ ഇന്ന് അനുഗ്രഹം വാങ്ങണം എന്ന് പറഞ്ഞു. ആ മാർഗം പറഞ്ഞു കൊടുത്ത അമ്മയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് യാക്കോബ് വേഗത്തിന്, അമ്മേ, ഈ ഞാൻ പോയി അപ്പൻ്റെ അടുത്ത് ചെന്ന് ഈ ആട്ടിൻകുട്ടിയൊക്കെ പാചകം ചെയ്ത് കൊണ്ട് വേട്ടയിറച്ചി ആ ജ്യേഷ്ഠൻ്റെ ആണെന്ന് പറഞ്ഞത് കൊണ്ടു കൊടുത്താലും അപ്പന് കണ്ണ് കാണത്തില്ലെങ്കിലും ബോധമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അപ്പനെ ഒരു പക്ഷേ എൻ്റെ ശരീരത്തിന്മേൽ തപ്പി നോക്കുമ്പം ഏശാവിൻ്റെ ശരീരം മുഴുവൻ രോമാവൃതമായിരുന്നു, രോമം കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ യാക്കോബിൻ്റെ
ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില പെന്തക്കോസ്തിലെ പാസ്റ്റർമാരുടെയും വിശ്വാസികളുടെയും ഒക്കെ മുഖം പോലെ നല്ല ക്ലീൻ ഷേവായിരുന്നു, രോമമില്ലാത്തതായിരുന്നു. അപ്പോൾ അപ്പനെ കണ്ണു കാണത്തില്ലെന്നുള്ളതേ ഉള്ളൂ. തപ്പി നോക്കിയാൽ രോമമില്ലാത്തവനാണ് അടുത്ത് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൻ തിരിച്ചറിയുക അനുഗ്രഹത്തേക്കാൾ കൊള്ളുപ്പിൻ്റെ ശാപമായിരിക്കും. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്ത് ഭയപ്പെടണ്ട, ഞാനൊരു റെമഡിയൊക്കെ പറഞ്ഞുതരാം. ആടിനെ കൊന്ന് അതിൻ്റെ മാംസം കൊണ്ട് നല്ല ചാപ്സ് ഉണ്ടാക്കി, രുചികരമായ സ്വാദിഷ്ടമായ ചാപ്സ് ഉണ്ടാക്കി അമ്മ കൊടുത്തു. അപ്പം എന്ത് ചെയ്തു? ആടിൻ്റെ തോല് കൊണ്ട് ഒരു പുറംചട്ട ഉണ്ടാക്കി, ഉടുപ്പുണ്ടാക്കി. ആ ഉടുപ്പ് ഇട്ടോട്ട് ചെന്നാണ്. അപ്പോൾ ആടിൻ്റെ തോലാകുമ്പോൾ രോമമുള്ളൂ. തപ്പി നോക്കി, അപ്പോൾ അത് ഏശാവാണെന്ന് അപ്പനെ മനസ്സിലായിക്കൊള്ളൂ. അങ്ങനെ അപ്പനെ പ്രസാദിപ്പിച്ചു. അപ്പൻ ചോദിച്ചു, മോനെ ഇത്ര പെട്ടെന്ന് നിനക്ക് ഇതെങ്ങനെ കിട്ടി? അപ്പോൾ അവൻ പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം. നിന്റെ ദൈവമായ യഹോവ ഒരെണ്ണത്തിനെ വേഗത്തിൽ എൻ്റെ മുമ്പാകെ കൊണ്ടെത്തിച്ചു എന്നാ. അത് അപ്പന് തിന്നേച്ച് അപ്പനെ കൊടുത്തേച്ച് അനുഗ്രഹം വാങ്ങിക്കാനിരിക്കില്ല. അപ്പോൾ ദൈവമായ യഹോവ, അവിടെയും കള്ളത്തരം കാണിച്ചതിനും ദൈവത്തിൻ്റെ പേര്. ദൈവത്തിൻ്റെ പേരിൽ എന്ത് കള്ളത്തരങ്ങളായി ഇന്ന് ആത്മീയ ലോകത്ത് ആൾക്കാർ ചെയ്യുന്നത്. അവിടെയും പറയുന്നത് വളരെ ചുരുങ്ങിയ കാലമൊക്കെ ഗൾഫിൽ ജോലി ചെയ്ത ആൾക്കാർ നാട്ടിൽ ഒരുപാട് വൻ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ തങ്ങൾക്കുള്ള തുച്ഛമായ വരുമാനത്തിൻ്റെ 1000 ഇരട്ടി സമ്പാദ്യം വളരെ വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞത് ദൈവമായ യഹോവ അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്. ഉണ്ട മാർഗം എന്താണെന്നുള്ളത് ദൈവം തമ്പുരാനും അവനുമേ അറിയത്തുള്ളൂ. അങ്ങനെയൊക്കെ പെട്ടെന്ന് സമ്പാദ്യം ഉണ്ടാക്കിയ ഒരുപാട് വിദ്വാൻമാരുണ്ട്, കൈയിട്ട് വാരിയ വിദ്വാൻമാർ. കർത്താവ് പറഞ്ഞ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ്. പക്ഷേ അങ്ങനെ കൈയിട്ട് വാരി അറബിയുടെ പാത്രത്തിൽ നിന്നും അവൻ്റെ സ്റ്റോറിലെ ക്യാഷ് കൗണ്ടറിൽ നിന്നുമൊക്കെ കൈയിട്ട് വാരി പെട്ടെന്ന് ധനവാനായി തീർന്നിട്ട് നിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മുമ്പാകെ വേഗത്തിൽ ഒന്നിനെ വരുത്തി തന്നു എന്ന് സാക്ഷ്യം പറയുന്ന വിശ്വാസികളുണ്ട്. ദൈവം തമ്പുരാൻ പിടിക്കും. അതായത് കർത്താവിൻ്റെ പേരിൽ മോഷ്ടിക്കാറുണ്ടല്ലോ, അത് സുവിശേഷ വേലയിൽ നിൽക്കുന്നവനായാലും മൂപ്പനായാലും വിശ്വാസിയായാലും ആരായാലും ദൈവത്തിൻ്റെ മുഖപക്ഷയില്ല. ദൈവം പിടിക്കും. നീ ഉണ്ടാക്കിയതൊന്നും പ്രയോജനപ്പെടുകയില്ല. അങ്ങനെയാണ് ദൈവം പറയുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ മരണകരമായ ശത്രുത എന്നോട് ആൾക്കാർക്കുണ്ടാകും. പറയും ഈ ദിവസങ്ങളിലെ മെസ്സേജൊക്കെ നല്ലതായിരുന്നു, അപ്പോൾ ഇന്ന് ഇച്ചിരി ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു പറയും. ആവശ്യമില്ലാത്തതാണോ ഇത്? മോഷ്ടിക്കുന്ന വിശ്വാസിയെ കള്ളനാണ് വേദോസം പറയുന്നത്. ഏത് മനുഷ്യൻ മോഷ്ടിക്കുന്നോ അവൻ കള്ളനാണ്. അപ്പോൾ കള്ളനെ എന്ന് പറഞ്ഞാൽ വേറെ ഏത് പേരാണ് വിളിക്കുന്നത്? കർത്താവ് അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ഇവൻ പറഞ്ഞത് നിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മുമ്പാകെ ഒന്നിനെ വേഗത്തിൽ വരുത്തുന്നു. അപ്പനിടയ്ക്കൽ ഈ വേട്ടയിറച്ചി എന്നുള്ള ഭാവേന ആട്ടിറച്ചി പാചകം ചെയ്തുകൊണ്ട് തിന്നു. അപ്പോൾ അപ്പൻ ചോദിച്ചു, മോനെ ഞാൻ നിൻ്റെ ശബ്ദം കേട്ടിട്ട് യാക്കോബിൻ്റെതാണ്, എന്നാൽ ദേഹം തൊട്ടു നോക്കിയാറേ ഏശാവിനെ പോലെ ഇരിക്കുന്നു, നിനക്കിത് എത്ര പെട്ടെന്ന് കിട്ടി? ആദ്യത്തെ കള്ളം ഇത് നിൻ്റെ ദൈവമായ യഹോവ ഒന്നിനെ എൻ്റെ മുമ്പാകെ വേഗത്തിൽ വരുത്തി തന്നു. രണ്ടാമത്തെ കള്ളം ദേഹത്ത് തപ്പി നോക്കിയപ്പോൾ ഏശാവിനെ പോലെ ഇരിക്കുന്നു. അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. ഞായറാഴ്ച വരുമ്പോൾ ഈ വിശ്വാസിയും ബാക്കി 5-6 ദിവസങ്ങൾ അവിശ്വാസിയും. എന്നാൽ ശബ്ദം കേട്ടപ്പോൾ മൃഗങ്ങളുടെ പുറകെ ഒച്ച വെച്ച് നടന്ന് പെട്ടെന്ന് തന്നെ പിടിച്ചപ്പോൾ ശബ്ദം എടുത്തി പോയതായിരിക്കും. അതായത് ശബ്ദം ഞാൻ നിൻ്റെ മകൻ ഏശാവ് തന്നെ എന്നാണ് പറഞ്ഞു. ഏതായാലും ഈ വയസ്സനപ്പച്ചൻ തിന്ന് തൃപ്തനായി അവനെ അനുഗ്രഹിച്ചു. ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധിയായ സമ്പത്തും ധനവും ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം വാങ്ങി അരമണിക്കൂറുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ അനുഗ്രഹം വാങ്ങിച്ചുള്ള ചില പാട്ടിലുണ്ട്. അതായത് അനുഗ്രഹം അയോഗ്യമായ മാർഗത്തിൽ കൂടെ ഉണ്ടാക്കി വെച്ച് അരമണിക്കൂർ സമയം സ്വന്തം വീട്ടിൽ പാർക്കാൻ കഴിയാത്ത ആൾ. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറബിയുടെ കാശ് മോഷ്ടിക്കുകയും അനധികൃതമായ ചെക്ക് കേസുകളും അങ്ങനെ ഇത് പറയുമ്പോൾ എനിക്ക് ഇവരാരും ഒന്ന് നയാ പൈസ ഒരു ഉപകാരം ചെയ്യുന്നവരല്ല. അപ്പോൾ എനിക്കൊന്നും പറയാനൊന്നും പ്രശ്നമില്ല, ചെയ്താലും പറയണ്ടേ ഈ വിഷയം. അപ്പോൾ ഇങ്ങനെ അറബിയുടെ ക്യാഷ് കൗണ്ടറിൽ നിന്ന് കൈ കാശ് വാരുകയും അവിടുന്ന് അയോഗ്യമായ മാർഗത്തിലൂടെ കാശുണ്ടാക്കി അനുഗ്രഹം വാങ്ങിച്ച ശേഷം അരമണിക്കൂറും കൂടെ അവിടെ തങ്ങാൻ കഴിയാതെ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ള പല ഭക്തന്മാരെയും നമുക്കറിയാം. അവരുടെ പേരും നാളും നമ്മൾ പറയുന്നത് ശരിയല്ല, സോഷ്യൽ ഫോറം അല്ലയോ. യാക്കോബ് ഈ അനുഗ്രഹം അപ്പൻ്റെ നിന്ന് വാങ്ങി. എങ്ങനെയോ വേട്ടയിറച്ചി എന്ന ഭാവേന ആട്ടിറച്ചി പാചകം ചെയ്ത് കൊണ്ട് കൊടുത്ത് ആടിൻ്റെ തോല് കൊണ്ട് ദേഹം പൊതിഞ്ഞ് ജ്യേഷ്ഠ സഹോദരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച്
ശബ്ദം ഈ മൃഗങ്ങളുടെ പുറകെ നടന്ന് ഒച്ച വെച്ചുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞ് വോക്കൽ കോഡിന് പ്രോബ്ലം ഉള്ളതാണെന്ന് പറഞ്ഞു കാണും. അങ്ങനെ പറഞ്ഞ് അപ്പനെ വിശ്വസിപ്പിച്ച് അനുഗ്രഹം വാങ്ങി. പിന്നെ അരമണിക്കൂറും കൂടെ ആ വീട്ടിൽ കഴിയാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിച്ചോട്ടെ, വൻ ധനവും അതിലൂടെ കഷ്ടതയുള്ളതിനേക്കാൾ കർത്താവിനോടുള്ള അല്പം ഏറ്റവും ഉത്തമം എന്നാണ് ശലോമോൻ പറഞ്ഞേക്കുന്നത്. അതായത് മക്കൾ വഴിപഴിച്ച് പോകേണ്ടതിന് സുവിശേഷത്തിൻ്റെ പേരിൽ ലക്ഷങ്ങളും കോടികളും വാങ്ങി ബാങ്കിലോ അല്ലെങ്കിൽ അത് മറ്റ് ഷെയറിലോ ഒക്കെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് രാജകുമാരന്മാരെ പോലെ ജീവിച്ച് മക്കൾ വഴിപഴിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് അന്നത്തേക്കുള്ള മന്ന സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തരുന്ന മന്നയിൽ തൃപ്തനായി ചെറുപയറും കഞ്ഞിയും കുടിച്ച് ജീവിക്കുന്നതാണ് ഉത്തമമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ജീവിതാനുഭവം അങ്ങനെ, അതിലേക്കുള്ളതല്ലേ പറയാനൊക്കെ ഉള്ളൂ, അതിലേക്കുള്ളൂ പറയുന്നത് അങ്ങനെ. അപ്പോൾ ഇവനേതായാലും അവിടുന്ന് പിന്നെ പതിനാറിലേക്ക് പോയി 20 കൊല്ലം അപകരിച്ചത് കൊണ്ട് അരമണിക്കൂർ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ പോയ പുള്ളി അങ്ങ് 20 വർഷമാണ് പോയത് രാമാച്ചൻ്റെ വീട്ടിൽ രാപാർക്കാൻ. അവിടെ ചെന്ന് എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സഹിച്ചു. പകലത്തെ വെയിൽ, രാത്രിയിലെ ശൈത്യം. ഇതുകൊണ്ട് ഞാൻ അത്യന്തം ക്ഷീണിതനായി 10 പ്രാവശ്യം അമ്മായിയപ്പോൾ പറയുക, 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. എന്ത് മാനസിക പ്രയാസങ്ങളും സംഘർഷങ്ങളും ശാരീരിക ക്ലേശങ്ങളും യാക്കോബ് അനുഭവിച്ചു. എന്നാ അറിയാമോ? ഇതൊന്നും ചെയ്തില്ലെങ്കിലും ദൈവം അവനെ അനുഗ്രഹിക്കുമായിരുന്നു. പക്ഷേ ഇത് സമയത്തിന് മുമ്പേ പിടിച്ചു പറിക്കാൻ പോയതാണ്. ദുരാലോചനയുള്ള ഹൃദയത്തിൻ്റെ ഫലമാണ്. ഈ രാത്രി ഞാൻ പറഞ്ഞത്, ഹൃദയം ദൈവം തന്നിരിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിവാസമാക്കി തീർക്കുക, ദൈവവചനം സംഗ്രഹിക്കുക, പിശാചിൻ്റെ തന്ത്രങ്ങളോട് തിരിച്ചറിഞ്ഞ് അവയെ എതിർത്ത് നിൽക്കുക, വിശുദ്ധിയിൽ തന്നെ താൻ സൂക്ഷിക്കുക. ഇതിനൊക്കെയാണ് ദൈവം നമുക്ക് ഹൃദയം തന്നേക്കുന്നത്. ആ ഹൃദയം കൊണ്ട് ദുരാലോചന ചെയ്താൽ, കായീൻ ദുരാലോചന ചെയ്തപ്പോൾ തന്റെ സഹോദരനെ കൊന്നു. പല മേഖലകളിലും ദൈവത്തിനു വേണ്ടി അത്യന്തം പ്രയോജനപ്പെട്ട പല ദൈവദാസന്മാരെ അടിച്ചമർത്തി തകർത്ത് തരിപ്പണമാക്കി ഒക്കെ കളയാൻ കാരണക്കാരായിട്ടുള്ള ചുരുക്കം ചില വിശ്വാസികളോ ഒക്കെ ആയിരിക്കാം തങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണം. ദുരാലോചനയാണ് അതിൻ്റെ കാരണം. 2, യാക്കോബ് ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമ്മൾ വായിക്കുന്നത്, അവന് ജ്യേഷ്ഠ സഹോദരനോട് അവൻ്റെ അവകാശം എഴുതി വാങ്ങി, ജ്യേഷ്ഠാവകാശം എഴുതി വാങ്ങിച്ചൊരു പാത്രം പായസം കൊടുത്തു. 2ാമത് അപ്പനോട് അവൻ അനുഗ്രഹവും വാങ്ങി. അങ്ങനെ ജ്യേഷ്ഠാവകാശം വാങ്ങി, അനുഗ്രഹവും വാങ്ങി. പിന്നെ അടുത്ത കാലത്തെങ്കിലും വീട്ടിൽ കയറാൻ വയ്യാത്ത നിലയിലായിപ്പോയെങ്കിലും അവന് ഇതെല്ലാം നേടി എന്നുള്ള നിലയിൽ അങ്ങ് പോയി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദുരാലോചന ചെയ്യുന്ന ഏത് ഹൃദയവും അനീതിയും അതിക്രമവും പ്രവർത്തിച്ച് അയോഗ്യമായത് സമ്പാദിക്കുകയും അയോഗ്യമായ നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുകയും ചെയ്താൽ ജീവിതത്തിൻ്റെ സമാധാനവും നന്മയും നഷ്ടപ്പെട്ടു പോകുന്നത് മാത്രമല്ല, കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ തിക്തഫലവും കൂടെ നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. അതെന്താണെന്നും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. പലരും ചിന്തിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല, കാര്യം കല്ലി വല്ലി, അതൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ. ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടുന്നോട് പറഞ്ഞത്, ഈ ഭൂമി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവമാകെ കണക്ക് കൊടുക്കേണ്ടതല്ലേ കർത്താവിന്? അതൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തെ കാര്യമല്ലയോ എന്ന് എന്നോട് പറഞ്ഞു. വിശ്വാസി പറഞ്ഞ കാര്യമാണ്. അന്ന് പറഞ്ഞാൽ ഇത് വെറും സില്ലിയാ. അതൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തെ കാര്യമല്ലേ, ഇവിടുത്തെ ഭൂമിയിലെ കാര്യം. ഇവിടെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം എന്നാണ് വിഷയം. രാജകുമാരനെ പോലെ ജീവിക്കാൻ പാവപ്പെട്ട് എനിക്കും സാധിക്കും. അല്പം കള്ളത്തിലൊക്കെ കാണിച്ചാൽ മതി. അത് ജീവിതത്തിൽ ചെയ്യലെന്നാണ് മരിക്കുന്നവരെ എൻ്റെ പ്രമാണം. നോക്കിയതാൽ ഇവൻ എന്തോ അനുഭവിച്ചത്? ഹൃദയത്തിൽ ദുരാലോചന ചെയ്ത യാക്കോബ്, കായീൻ ഹൃദയത്തിൽ ദുരാലോചന ചെയ്തു. തൻ്റെ സഹോദരനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനോട് കയർത്തു, അവനെ കൊന്നു. പരിണതഫലം എന്താ സംഭവം അറിയാവോ? ദൈവത്തിൽ നിന്ന് നിത്യശാപഗ്രസ്തനായി അവൻ ആ ദേശം വിട്ട്, അതായത് ഏതൻ്റെ തൊട്ടടുത്തുള്ള പ്രവിശ്യ വിട്ട് അവൻ ദൂരവേ ദൈവത്തിൽ നിന്ന് അകന്ന് പോകേണ്ടായി വന്നു. അതാണ് ഹൃദയത്തിലെ ദുരാലോചന കൊണ്ടുള്ള ഒന്നാമത്തെ ഫലം. അതായത് സഹോദരനെ കൊന്നിട്ട് ദൈവത്തിൽ നിന്ന് നീ ഇപ്പോൾ ശാപഗ്രസ്തനായി ദേശം വിട്ട് അഴന്ന് ഉലയുന്നവനായി പൊയ്ക്കൊള്ളുക എന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഹൃദയത്തിൽ ദുരാലോചന ചെയ്യുന്ന ഏത് മനുഷ്യൻ്റെയും ഈ ഭൂമിയിൽ ലഭിക്കുന്ന പരിണിത ഫലങ്ങൾ ഒന്നാമത്താണ് ദൈവത്തെ വിട്ട് ശാപഗ്രസ്തനായി അലഞ്ഞ് ഉഴലുന്നവനായി തീരുക. അലച്ചിലും ഉഴൽച്ചകളും മാത്രം ജീവിതത്തിൽ. ഇനി 2, യാക്കോബ് തന്ത്രപരമായിട്ടാണ് ഈ ജ്യേഷ്ഠാവകാശവും അപ്പൻ്റെ നിന്നുള്ള ഈ അനുഗ്രഹവും വാങ്ങിയത്. അവനങ്ങ് ബദരാവിൽ പോയി അവിടെ ചെന്നു. ലാബാൻ അമ്മാച്ചൻ 2 പെൺമക്കളുണ്ടായിരുന്നു. 2 പേരിൽ സൗന്ദര്യമുള്ള പെൺകുട്ടിയുമായിട്ട് സ്നേഹബന്ധത്തിലായ റാഹേൽ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അവിടുത്തെ നാട്ടിലെ പതിവനുസരിച്ച് 7 വർഷക്കാലം അമ്മായിയപ്പന് സേവ ചെയ്യണം. ആടിനെ മേയ്ക്കുക, കന്നുകാലികളെ മേയ്ക്കുക, വെള്ളം കൊടുക്കുക, കാടി കൊടുക്കുക, ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാനൊക്കെ ഉള്ളൂ.
7 വർഷം കഴിഞ്ഞു. ഹൃദയത്തിൽ അവരവളെ വളരെ സ്നേഹിച്ചുകൊണ്ട് 7 വർഷം അവന് നിസ്സാരമെന്ന് തോന്നിയെന്നായിരിക്കുന്നത്. 7 കൊല്ലം കഴിഞ്ഞ് യഹൂദന്മാരുടെ വിവാഹം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നമ്മുടെ ഇവിടുത്തെ പോലെ രാവിലെ വന്ന് 5-6 ടൂറിസ്റ്റ് ബസ്സും 60 കാറും എല്ലാം വന്ന് വർണ്ണശബളമായ വലിയ ബൊക്കയും അലങ്കാരവും ഒക്കെയായിട്ട് വീഡിയോയുടെ അകമ്പടിയോട് പോയിട്ട് നാട്ടിലുള്ള സകല ആളുകളെയും വിളിച്ച് ഓഡിറ്റോറിയത്തിൽ കൂട്ടിവരുത്തി നടത്തുന്ന ഒരു കല്യാണമല്ല. യഹൂദന്മാരുടെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് സന്ധ്യാസമയം രാവിലെ 6 മണിയാകുമ്പോൾ തുടങ്ങും അവരുടെ സദ്യ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് സന്ധ്യായാഗത്തിൻ്റെ സമയം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിനുശേഷം രാത്രി 10-11 വരെയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. 12 മണിയാകുമ്പോൾ, അതായത് അർദ്ധരാത്രിയാകുമ്പോൾ പെൺകുട്ടിയുടെ പിതാവ് അവളുടെ തലയിൽ ഒരു മൂടുപട വിട്ട് അവളെ കൊണ്ടുവന്ന് അവൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മണവാളൻ്റെ മണിയറയിൽ കൊണ്ട് ഏൽപ്പിക്കും. മണവാട്ടിയുടെ തലയിൽ മുഖം മറച്ചിരിക്കുന്ന ഈ മൂടുപടം എടുത്ത് മണവാളൻ്റെ തലയിലേക്ക് ഈ മണവാട്ടി ഇടുകയും ഈ പിതാവ് ഇവളുടെ കൈ പിടിച്ച് ഈ മണവാളുടെ കൈ കൊടുക്കുകയും ചെയ്യുമ്പോൾ വിവാഹം കഴിഞ്ഞു. ഇന്നത്തെ പോലെ LED ബൾബും വെട്ടവും വെളിച്ചവും CFL ഒന്നുമുള്ള കാലമല്ല. അവന് റാഹേലിനെ അല്ലയോ സ്നേഹിച്ചത്. രാത്രി അവരെ സന്തോഷമായി കിടന്നുറങ്ങി അവൻ്റെ മനസ്സ് അത്യന്തം കുന്തളിച്ച് കാണും ഈ അവൻ പ്രേമിച്ച പെൺകുട്ടിയെ കിട്ടിയതിന്. കാര്യം ആഗ്രഹിച്ചൊരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ അവൻ വളരെ സന്തോഷമായി രാത്രി കിടന്നുറങ്ങി. നേരം വെളുത്ത് സൂര്യൻ ഉദിച്ച് ജനാലയുടെ അഴിയിൽ കൂടി വെട്ടം അകത്തേക്ക് കയറിയപ്പോഴാണ് ആള് തെറ്റിപ്പോയത് കണ്ടത്. റാഹേലിനെ അവൻ ആഗ്രഹിച്ചത് കിട്ടിയതിലേ അനിഷ്ടയായതേ. അവൻ ചെന്ന് ലാബാനോട് ചോദിച്ചു, നീ എന്നോട് ചെയ്ത ഈ ചതിവെന്ത്? വാട്ട് കൈൻഡ് ഓഫ് ഡിസീപ്ഷൻ യു ഹാവ് ഡൺ അൺ ടു മീ. ഇപ്പം ലാബാനും ഒട്ടും മോശക്കാരല്ല, നല്ല വിളഞ്ഞ അമ്മായിപ്പനായിരുന്നു. അവൻ ചോദിച്ചു, ഞാൻ നിന്നോട് ഡിസീപ്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ നിന്നോട് യാതൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. യു റിസീവ്ഡ് വാട്ട് യു ഡിസേർവ്ഡ്. അതായത് നിനക്ക് എന്തോ അർഹമായതോ അത് നിനക്ക് ലഭിച്ചിരിക്കുന്നു, ഞാൻ നിന്നോട് ചതിവൊന്നും ചെയ്തില്ല. അപ്പോൾ അവന് ദേഷ്യം വന്നു. നീ എന്തുവായി പറയുന്നേ? എനിക്ക് അർഹമായി ലഭിച്ചെന്നോ? ഞങ്ങളുടെ നാട്ടിൽ മൂത്ത പെൺകുട്ടിയെ നിർത്തിയിട്ട് ഇളയാളുടെ വിവാഹം കഴിക്കാതെ നീയൊക്കെ അവളെ തരാം, അടുത്ത 7 വർഷം കൂടെ നീ എന്നെ സേവിക്കുക. അങ്ങനെ 7 കൊല്ലം കൂടെ വീണ്ടും അവനെ സേവിച്ചു. പിന്നെ അവനുള്ള ആടുമാടുകളെ പോലെ ആടുമാടുകളെ കിട്ടാൻ അടുത്ത 6 വർഷം, മൊത്തം 20 വർഷം അവിടെ കഴിഞ്ഞു. അങ്ങനെ 20 വർഷം അവിടെ കിടന്ന് പകലത്തെ വെയിൽ കൊണ്ടും രാത്രിയിലെ ശൈത്യം കൊണ്ടും അത്യന്തം അലഞ്ഞ് ഇവരെ 10 പ്രാവശ്യവും പ്രതിഫലവും മാറ്റി എല്ലാം ഇങ്ങനെ പോയി. ഇനി ഇതെന്താ സംഭവിച്ചതെന്നറിയാവോ? അപ്പനോട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയപ്പോൾ അനുജൻ ജ്യേഷ്ഠനായിട്ടാണ് പോയത്. അതായത് ആടിൻ്റെ തോല് ദേഹത്ത് പുതച്ച് രോമക്കുപ്പായം ഉണ്ടാക്കി കാട്ടിൽ നിന്ന് വേട്ട തേടിയതിന് ദൈവമായ യഹോവ വേഗത്തിലൊന്ന് എൻ്റെ മുമ്പാകെ കൊണ്ട് തന്നു പറഞ്ഞോണം അങ്ങോ പോയെ. അങ്ങനെ സംഭവിച്ചതെന്നറിയാവോ? ഈ അപ്പനെ കളിപ്പിച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അനുജൻ ജ്യേഷ്ഠനായിട്ടാണ് ചെന്നത്. കുറേ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് തിരിച്ചുരുണ്ടു. കല്യാണം കഴിക്കാൻ ചെന്നപ്പോൾ അനുജത്തി ജ്യേഷ്ഠത്തിയായിപ്പോയി. മനസ്സിലായോ? അപ്പോൾ അനുഗ്രഹം വാങ്ങിക്കാൻ പോകുമ്പോൾ അനുജൻ ജ്യേഷ്ഠനായി ചെന്നാൽ കല്യാണം കഴിക്കാൻ ചെല്ലുമ്പോൾ അനുജത്തി ജ്യേഷ്ഠത്തിയായി പോകും. അതുകൊണ്ട് ലാബാൻ പറഞ്ഞത് യു റിസീവ്ഡ് വാട്ട് യു ഡിസേർവ്ഡ് എന്ന്. നിനക്ക് അർഹമായത് ലഭിച്ചു എന്നാണ് പറഞ്ഞു. പല മിടുക്കന്മാരും ചിന്തിക്കുന്ന ഇവിടെ ഇപ്പം പല കാര്യങ്ങളും അയോഗ്യമായ മാർഗത്തിലൂടെ നേടിയെടുത്തിട്ട് മഹാമിടുക്കന്മാരായി പിന്നെ പലരുടെയും വേദികളെല്ലാം അയോഗ്യമായ മാർഗത്തിലൂടെ വെട്ടിപ്പിടിച്ച് പലരെയും അടിച്ചമർത്തി ഒക്കെ ഇങ്ങനെ രാജകുമാരന്മാരെ പോലെ ബിരുദന്മാരെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു 20 കൊല്ലം കഴിഞ്ഞോട്ടെ ഉരുണ്ട നിൻ്റെ തലമേൽ തന്നെ അത് പോരും. എങ്ങനെ അറിയാവോ? നീ അനുജൻ ജ്യേഷ്ഠനായി ചെന്നാൽ അനുജത്തി ജ്യേഷ്ഠത്തിയായി പോകും. ഇനി മാത്രമല്ല, ഒരു ഉടുപ്പിട്ടോണ്ട് ചെന്നാണ് ഇവൻ ചതിച്ചത്. അപ്പനെ അനുഗ്രഹം വാങ്ങിച്ചപ്പോൾ ആടിൻ്റെ തോല് ജ്യേഷ്ഠൻ്റെ സഹോദരത്തിലെ രോമമെല്ലാം ഇവനെ ജ്യേഷ്ഠനാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഉടുപ്പിട്ടോണ്ട് ചെന്നാണ് യാക്കോബ് ഈ അപ്പനെ കളിപ്പിച്ചത്. കുറേ കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിച്ചില്ല, ഞാനും വിവാഹം കഴിക്കും, എനിക്കും പിള്ളേരുണ്ടാകും, എൻ്റെ പിള്ളേർ ഒരു ദിവസം ഒരു ഉടുപ്പും കൊണ്ട് എൻ്റെ അടുത്ത് വരും, അവരും എന്നെ കളിപ്പിക്കുന്നൊന്നും അന്ന് ചിന്തിച്ചില്ല. കുറേ കഴിഞ്ഞു, മക്കളങ്ങോട്ടുണ്ടായി. 11 ആൺമക്കളും ഒരു പെണ്ണും, 12 എണ്ണം. അപ്പോൾ ഉണ്ടായി. ഈ മക്കളെല്ലാം കൂടെ ശെഖേമിൽ ആടുകളെ മേയ്ക്കുകയാണ്. ഏറ്റവും ഇളയ മകൻ, അന്ന് ബെഞ്ചമിനില്ല, ഇളയ മകൻ യോസേപ്പ് അപ്പൻ്റെ വത്സലപുത്രനായിരുന്നു. അപ്പം മക്കളുടെ ക്ഷേമം അന്വേഷിക്കാൻ വിട്ട ശെഖേമിലേക്ക് ഇവനൊരു നിലയങ്കി ഉണ്ടായി കൊടുത്തിരുന്നു. ആ നിലയങ്കി എല്ലാം ഊരി ഒരാടിനെ കൊന്ന ചോരയ്ക്കകത്ത് അത് മുക്കി നേരെ ഈ മക്കളിലാണ് അപ്പൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അതായത് ഇതാ നീ സ്നേഹിച്ച നിൻ്റെ മകൻ സ്വപ്നക്കാരൻ യോസേപ്പിൻ്റെ നിലയങ്കിയ ഒരു ദുഷ്ടമൃഗം അവനെ കടിച്ചു കീറി, അവൻ ഇനി ഇല്ല എന്ന് പറഞ്ഞു.
നീ പണ്ട് ചെയ്ത അപ്പനോട് ചെയ്തതിനറിയാമോ? അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി നീ ചെന്ന് കഴിഞ്ഞപ്പോൾ അനുജൻ ജ്യേഷ്ഠൻ്റെ വേഷമിട്ടാണ് ചെന്നത്. ഉടുപ്പിട്ടോണ്ട് ചെന്നവനെ അവൻ്റെ സന്താനങ്ങൾ ഉടുപ്പ് കൊണ്ട് തന്നെ കളിപ്പിച്ചു. അനുജൻ ജ്യേഷ്ഠനായി ചെന്ന് വേഷം മാറി ചെന്നവനെ വിവാഹം കഴിച്ച് ചെന്നപ്പോൾ അനുജത്തി ജ്യേഷ്ഠത്തിയായിപ്പോയി. ഗലാത്യർ 6:5 വായിക്കുന്ന മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നാണ്. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഞാനീ പറയുന്ന മെസ്സേജ് ദൈവഭയമുള്ള ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭയമുണ്ടാകട്ടെ. ഇന്ന് തൽക്കാലത്തേക്ക് വല്ല കാര്യവും സാധിച്ചു പോയി എന്ന് വെച്ചുകൊണ്ട് വല്ല ചതിവോ വഞ്ചനയോ ഒക്കെ ആരോടെങ്കിലും നമ്മൾ ചെയ്തിട്ട് വൻ കാര്യങ്ങൾ സാധിച്ചു പോയി എന്ന് ചിന്തിച്ചാൽ ആശ്വസിക്കേണ്ട. കാലചക്രം ഉരുണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ നീ ഉരുട്ടിയ അതേ പാതയിൽ അത് തിരിഞ്ഞുള്ളൂ. തിരിഞ്ഞ് നിന്റെ മേൽ തന്നെ വരും. അനുജൻ ജ്യേഷ്ഠനായാൽ അനുജത്തി ജ്യേഷ്ഠത്തിയാവും. ഉടുപ്പിട്ട് അപ്പനെ കളിപ്പിച്ചാൽ ഒരു ഉടുപ്പ് കൊണ്ട് നിന്റെ മക്കൾ നിന്നെ കളിപ്പിക്കും. മനസ്സിലായോ? ഒരിക്കലെ ഒരു കൊച്ച് ഒരു മോനെ ഒരു പാത്രം എടുത്തുകൊണ്ടത്, കഞ്ഞിപ്പാത്രമാണ്. ആ കഞ്ഞിപ്പാത്രം എടുത്തുകൊണ്ടത് അപ്പനോട് പറഞ്ഞു, വല്യച്ഛന് കഞ്ഞി കൊടുത്ത കഞ്ഞിപ്പാത്രമായത് ഞാനിവിടെ സൂക്ഷിച്ചത് വെച്ചിട്ടുണ്ട് ഡാഡി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ? ഡാഡി വയസ്സാകുമ്പോൾ കഞ്ഞി തരാൻ. അതായത് വല്യച്ഛന് കഞ്ഞി വിളമ്പി കൊടുത്ത പാത്രം കൊച്ചുമോൻ സൂക്ഷിച്ചു വെച്ചേക്ക്. എന്നറിയാവോ? അവൻ്റെ അപ്പൻ വയസ്സാകുമ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി. ഈ ചട്ടിക്കകത്ത് നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. ഞാൻ ഈ രാത്രി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എനിക്കതിലേക്ക് പറയാനുണ്ട്, പക്ഷേ ഒരു സമയമില്ല, സമയം കഴിഞ്ഞു പോയി. ഞാൻ നിർത്തുകയാണ്. ദുരാലോചന ചെയ്യുന്ന ഹൃദയം ദൈവം വെറുക്കുന്ന 6 പാപങ്ങൾ 4ാമത്തെ പാപമാണ്. അക്ഷന്തവ്യമായിരിക്കുന്ന പാപമാണ് ദുരാലോചന ചെയ്യുന്ന ഹൃദയം. കായീൻ അത് ചെയ്തു, തൻ്റെ സഹോദരനെ കൊന്നു. ശാപഗ്രസ്തനായി ദേശം വിട്ട് അലഞ്ഞ് ഉള്ളുന്നവനായി തീർന്നു. നോഹയിക കാലത്ത് തകർന്ന സംസ്കാരം ആ കായീന്യ സംസ്കാരമാണ്. യാക്കോബ് അത് ചെയ്തു, ദുരാലോചന ചെയ്തു. അവന് ജ്യേഷ്ഠനെ കളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം വാങ്ങി, ജ്യേഷ്ഠാവകാശം പിടിച്ചു വാങ്ങിച്ച് അവൻ പായസം കൊടുത്തു, അവനെ കളിപ്പിച്ചു, ജ്യേഷ്ഠാവകാശം വാങ്ങി, അപ്പനെ കബളിപ്പിച്ച് അനുഗ്രഹവും വാങ്ങി. സ്വസ്ഥതയില്ലാത്ത ജീവിതമായി വിവാഹം കഴിക്കാൻ ചെന്നപ്പോൾ അനുജത്തി ജ്യേഷ്ഠത്തിയായി. ഉടുപ്പുകൊണ്ട് ചതിച്ചവനെ ഉടുപ്പുകൊണ്ട് സ്വന്തം മക്കൾ ചതിച്ചു. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമ്മളുടെ ഹൃദയം ദൈവമുമ്പാകെ നേരുള്ളതോ അതോ ദുരാലോചന ചെയ്യുന്നതോ ദോഷത്തിനായി ബന്ധപ്പെടുന്നതോ? ഈ രാത്രി നമുക്ക് നമ്മെ തന്നെ പര്യാലോചന ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചിന്തകൾ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള.